അപ്പോൾ ഈ സമയത്ത് നമ്മളെല്ലാവരും വളരെ ദുരിതത്തിലും ദുഃഖത്തിലുമാണ്. പ്രത്യേകിച്ചും നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു ബോധ്യം നമുക്ക് വരുന്ന ഒരു സമയമാണ്. ജാതിയും മതവും മറന്നും എല്ലാവരും കൂടെ ഒരുമിച്ച് ഈ ദുരിതത്തിൻ്റെ ആ കാഠിന്യം കുറയ്ക്കാനായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്ന് നമുക്ക് മനസ്സിലാകും. ഒരു വലിയൊരു സാക്ഷ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരും ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കും നമ്മുടെ രാജേഷിൻ്റെ മരണമാണ്. ബെന്നി എന്ന് പറയുന്ന 61 വയസ്സുകാരനെ രക്ഷിച്ചത് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി രാജേഷ് എന്ന് പറയുന്ന 36 വയസ്സുകാരൻ. അത് ഈ സമൂഹത്തെ മുഴുവനും ബാധിച്ചു. ആ ഒരു വലിയ ദുരന്തം, അവരുടെ പ്രയാസങ്ങളുണ്ട്. അതുപോലെയുള്ളത് ഇനിയും നടക്കരുത്. അതാണ് നമുക്ക് ആവശ്യം. ഇതുപോലുള്ള ദുരന്തങ്ങൾ നടക്കാതിരിക്കണമെങ്കിൽ കർശനമായി ഈ ജലാശയങ്ങളിലുള്ള മണ്ണും മറ്റ് എല്ലാം മാറ്റി ജലാശയങ്ങൾ വൃത്തിയാക്കണം. അതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റും എല്ലാം സഹകരിച്ചെങ്കിലേ സാധിക്കൂ. എല്ലാവരും അല്ലെങ്കിൽ ഗവൺമെൻറ് മിഷനറി മാത്രമായിട്ട് പറ്റില്ല. ആളുകളുടെ എല്ലാവരുടെയും കൂടെ സഹകരണം ഉണ്ടായി അത് മാറ്റിക്കഴിയുമ്പോൾ ഇനിയും ഇങ്ങനെയുള്ള ഒരു ദുരന്തം വന്നാൽ അതൊരിക്കലും പ്രയാസമുള്ളൂ. മലയിടിയുന്നതൊന്നും നമുക്കൊന്നും കൺട്രോൾ ചെയ്യാനൊക്കെയില്ല. പക്ഷേ ഈ ജലാശയങ്ങൾ വെള്ളം നിറഞ്ഞ് പമ്പയാറ്റിലും മീനച്ചിലാറ്റിലും മണിമലയാറ്റിലുമൊക്കെ വെള്ളം നിറഞ്ഞ് എല്ലാത്തിലും പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ ജലാശയങ്ങൾ വളരെ വർഷങ്ങളായിട്ട് അടിഞ്ഞുകൂടി കിടക്കുന്ന മണ്ണും മാലിന്യങ്ങളും. ആ മണ്ണും മാലിന്യങ്ങളും നീക്കാൻ അടിയന്തരമായ ഗവൺമെൻറ് തയ്യാറാവണം. പ്രസ്താവനകൾ കൊണ്ട് മാത്രമായില്ല, എല്ലാം നീക്കം ചെയ്യുമെന്ന് പറയുന്നുള്ളൂ. പക്ഷേ നീക്കം ചെയ്തിരിക്കണം. അതിന് ഈ പറയുന്ന അടുത്ത ഒരു പ്രളയം വരെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അതിന് മുമ്പായിട്ട് തീർക്കണം. എങ്കിൽ മാത്രമേ സാധിക്കൂ. അതിനെല്ലാവരും കൂടെ സഹകരിച്ച് പ്രവർത്തിക്കണം. ദുരിതാശ്വാസ ക്യാമ്പിൽ എല്ലാവരും ഇപ്പോൾ ഇവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പിലെല്ലാം ഭംഗിയായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്തിൻ്റെ പ്രവർത്തകരെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിലൊരു സന്തോഷമുണ്ട് കേൾക്കുന്ന. ചില ഇടങ്ങളിലൊക്കെ ടി വിയിലൊക്കെ ചില പരാതികളൊക്കെ കേൾക്കാറുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ പരിഹരിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലും ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിനൊരു വലിയ ശക്തിയുണ്ട്. നമ്മളെല്ലാവരും മറന്നൊരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് ഇടയാവണം എന്നുള്ളതാണ്. അതുപോലെ ഈ നാശനഷ്ടങ്ങൾ വന്നിട്ടുള്ള ആളുകളും പ്രത്യേകിച്ച് വീടുകൾ നഷ്ടപ്പെട്ടുള്ള ആളുകളും വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അത് മനസ്സിലാക്കി എല്ലാവരും കൂടെ സഹകരിച്ച് പഴയ രീതിയിൽ തന്നെ അവർക്ക് വീടുകളും അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളും എല്ലാം ഉണ്ടാകാനായിട്ട് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളൊന്നാണ്, മനുഷ്യർ ഒന്നാണെന്നുള്ളൊരു സന്ദേശം ലോകത്തിന് നൽകാൻ സാധിക്കും. ആരെയും പ്രളയം വരുമ്പോൾ മതം നോക്കിയല്ല പ്രളയം ബാധിക്കുന്നത്, എല്ലാവരെയും ബാധിക്കുന്നു. അപ്പം അതുപോലെ തന്നെ സൗഖ്യമാകേണ്ടതും എല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ നാട്ടിൽ നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ളൊരു ബോധ്യത്തോടുകൂടി പ്രവർത്തിക്കാൻ ഇടയാവണമെന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാൻ.